നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സും പബ്ലിഷേഴ്സും സംഗമിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പുസ്തകമേളയിൽ വെച്ച് അഹമ്മദിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകൾ, സവിശേഷതകൾ ആ പുസ്തകവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും. Special day for us because in Sharjah Book Fair maybe it is first time happening. The teacher and student work together as an author, and the Sayyid Muhammad Al Maktoum Tangal is a renowned scholar and visiting professor Malaysia International University. It's first one of the special book now going to release this occasion, and our chief guest Dr. Gua Abdullah, well-renowned businessman and Gua Abdullah International Foundation, and also Mr. Ahmad also young traveler, and first his book also going to release now, and one of our guests Nas Talangara, the Indian Association Sharjah President, and Yahya Talangara, and other some delegates we are waiting for this one. So now we going to release our first book. Today for this very auspicious and prestigious occasion, because we have just released some of the best authors' work of art, and the book which I would like to introduce is Insights to Lead with a Vision. Something you cannot call it a book; it's a treasure house which each and every one can enrich their knowledge of leadership. And this has been, the dream project of Sayyid Muhammad Maktoum. അദ്ദേഹത്തിൻ്റെ ഏകദേശം 10 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ had this beautiful experience of collecting the wisdom which has been given by his father to Mr. Sayyid Muhammad Maktoum, and I was one of the team members who organized everything to make sure that it come out very well, and I think it has been accepted worldwide as one of the best piece of work, and the insight which has been given inside is going to enrich the world. I am sure about it. Thank you. السلام عليكم ورحمة الله وبركاته. تشرفنا بحضور فضيلة الأستاذ الدكتور غوا عبد الله. الحمد لله. ഇവിടെ വിശിഷ്ട അതിഥികളായെത്തിയ സഹറ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മക്തൂം തങ്ങൾ, ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ കർമ്മധീരനായ പ്രസിഡന്റും UAE KMCC ട്രഷററുമായ ബഹുമാനപ്പെട്ട നിസാർ തളങ്കര, വയനാട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ജുനൈദ്, അതുപോലെ നാം ഇവിടെ ഒത്തുകൂടിയ പ്രകാശന ചടങ്ങിൽ തന്റെ രചന കൊണ്ട്, പുസ്തകം കൊണ്ട് സവിശേഷത അറിയിച്ച മിസ്റ്റർ അഹമ്മദ് ബൈ, അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം ബോസ്ഫറസിന്റെ തീരങ്ങളിലൂടെ ഇവിടെ പ്രകാശിതമാവുകയാണ്. നമുക്കറിയാം, അഹമ്മദ് ബൈലിൽ ഒരു ബിസിനസ്സുകാരനാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. പ്രവാസ ലോകത്ത് ബൗദ്ധികമായി മുഴുവൻ ചിന്തയും ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിനിടയിൽ, ആ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ മറ്റാരിൽ നിന്നും വ്യതിരിക്തനായി അദ്ദേഹം പുസ്തക രചനയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ യാത്രകളൊക്കെ വിനോദങ്ങളായിരിക്കാം, എൻജോയ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നാട് കാണലായിരിക്കാം. അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം യാത്രയിൽ വിനോദത്തോടൊപ്പം പഠനവും കൂടി ഉൾപ്പെടുത്തി ആ യാത്രയുടെ സവിശേഷമായ
സ്വാദിഷ്ടമായ രുചികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ പ്രഥമ പുസ്തകം ബോസ്ഫറസിന്റെ തീരങ്ങളിലൂടെ ഏറ്റവും കനപ്പെട്ട ഒരു ഗ്രന്ഥമായി നമ്മുടെ മലയാളികൾക്കിടയിൽ ഇന്ന് പ്രകാശിതമായിരിക്കുകയാണ്. ഏകദേശം 20-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിന്റെ ആദ്യ പുസ്തകമായി തിരഞ്ഞെടുത്തത് തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യത്തെയാണ്. നമ്മൾ പല ആളുകളും ഒരുപക്ഷെ തുർക്കി സന്ദർശിച്ചിട്ടുണ്ടാവാം. യൂറോപ്യൻ യൂണിയനിലെ ഏക മുസ്ലിം രാജ്യമാണ് തുർക്കി. വിനീതനായ ഞാൻ ഉൾപ്പെടെ പല ആളുകളും 10-15 ദിവസമൊക്കെ ചെലവഴിച്ച തുർക്കിയുടെ സാംസ്കാരിക പൈതൃകം, തുർക്കിയിൽ നിന്ന് നമുക്ക് പലതും കോപ്പി അടിക്കാനുണ്ട്, കോപ്പി അടിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും വികസിത മുന്നേറ്റങ്ങളിൽ തുർക്കി ഒരു മോഡലായി, ഒരു റോൾ മോഡലായി അവർ കണ്ടിട്ടുണ്ട്. കൂടുതലായി ഞാൻ പറയുന്നില്ല. എന്തിനേറെ നാം ഇന്ന് ഷോപ്പിംഗ്, പർച്ചേസ് ചെയ്യുക എന്നൊരു സംസ്കാരം ഈ അടുത്ത കാലത്തായി മാളുകളിലേക്ക് നാം മാറ്റിയിട്ടുണ്ട്. കേവലം ചെറുകിട ബിസിനസ്സുകാരെയൊക്കെ ബാധിക്കുന്ന വലിയൊരു മാൾ സംസ്കാരം നമ്മുടെ കേരളത്തിലും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തുർക്കി ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ സ്ഥാപിച്ചുകൊണ്ട് ഏകദേശം ഓരോ വർഷവും 2 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ ആളുകൾ സന്ദർശിക്കുന്ന രീതിയിൽ ഏറ്റവും വലിയ മാൾ സ്ഥാപിച്ചത് ഇസ്താംബുൾ സിറ്റിയിലാണ്. 2014 കണക്കനുസരിച്ച് ഏകദേശം 2014 9 കോടിയിലധികം ആളുകൾ വിസിറ്റ് ചെയ്ത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിച്ച ഒരു മാളായി അത് മാറിയിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് സ്ഥാപിച്ച് എല്ലാ രാജ്യത്തിലെ ജനങ്ങൾക്കും, എല്ലാ ആളുകൾക്കും, എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാക്കി തുർക്കി നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെയാണ് തുർക്കിയുടെ സാംസ്കാരിക ഭൂമി. ഏകദേശം 5 നൂറ്റാണ്ടിലധികം ഒട്ടോമൻ ഭരണാധികാരികൾ, ഉസ്മാനിയ ഖിലാഫത്ത്, ആ സാമ്രാജ്യം അവരുടെ ഏകാധിപത്യവും അതുപോലെ ഭരണ നൈപുണ്യവും അതെല്ലാം കൈവരിച്ച ആ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം 1982 സ്വന്തമായി ഒരു ഭരണഘടനയുണ്ടാക്കി ഏറ്റവും വലിയ യൂറോപ്പിലെ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി പ്രസിഡന്റിന്റെ പൂർണ്ണ അധികാരത്തോടുകൂടി തുർക്കി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. തുർക്കിയെ സംബന്ധിച്ച് മിസ്റ്റർ അഹമ്മദ് വയൽ എഴുതിയ പുസ്തകം ഒരാവർത്തി കണ്ണോടിച്ച് വായിച്ചപ്പോൾ തീർച്ചയായും മലയാളികളായ നാം എല്ലാവരും ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ സമയം തീർച്ചയായും മെനക്കെടുത്തേണ്ടതുണ്ട്, ചെലവഴിക്കേണ്ടതുണ്ട്. അതിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ട ഒരു രാജ്യമാണ് തുർക്കി എന്നുള്ളത്. അവിടുത്തെ ഹാജിയ സോഫിയ, ഈ അടുത്ത കാലത്ത് ജുമാ പുനരാരംഭിച്ച ഒരു വലിയൊരു മസ്ജിദ്, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബ്ലൂ മോസ്ക്, അതുപോലെ ടോപ്പ് കാപ്പി പാലസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അതുപോലെ യുദ്ധത്തിന് ഉപയോഗിച്ച സഹാബാക്കൾ ഉപയോഗിച്ച ആയുധങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ വടി പാമ്പായി മാറിയെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വടി ഉൾപ്പെടെ നിരവധി അമൂല്യമായ ശേഖരങ്ങൾ സൂക്ഷിച്ച ടോപ്പ് കാപ്പി പാലസ് ഇസ്താംബുൾ സിറ്റിയിൽ മാത്രം ബ്ലൂ മോസ്കും ടോപ്പ് കാപ്പി പാലസും ഹാജിയ സോഫിയ മസ്ജിദും അടങ്ങിയ അവിടെ തന്നെ ദിവസങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം വലിയൊരു പഠനം അതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് സമ്മാനിക്കുന്ന നയനാനന്ദകരമായ, ഹൃദ്യമായ ഏറ്റവും വലിയൊരു അനുഭവം ഈ ബോസ്ഫറസിന്റെ തീരങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സഹറ എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ അദ്ദേഹം നടത്തുന്നതോടൊപ്പം ഏറ്റവും വലിയ ബിസിനസ് സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലും അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇത്തരം സമയങ്ങൾ ഈ ടൂറിന് വേണ്ടി, അതോടൊപ്പം
അദ്ദേഹം ചെയ്ത യാത്രയുടെ വിവരണങ്ങൾ പുസ്തക രൂപത്തിലാക്കി ആദ്യമായി ഇറക്കുകയാണ്. മാഷാ അല്ലാഹ്. മിസ്റ്റർ അഹമ്മദ് സയ്യിദ് അഹമ്മദ് ഹു മഷ്ഹൂർ ബൈൻ البنوك بالكتابة وهكذا عنده علاقات كثيرة بين الرؤساء بين الوزراء ما شاء الله في الهند. الحمد لله نحن ندعو الله أن يبارك فيه وفي كتابته إن شاء الله. الحمد لله. അഹമ്മദ് ബൈൽ ഈ ഏറ്റെടുത്ത വലിയൊരു ദൗത്യത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബോസ്ഫറസിന്റെ തീരങ്ങൾ മലയാളി വായനക്കാർക്ക് അനുവാചക ലോകത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. വലിയ ഹൃദ്യമായ രീതിയിൽ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അദ്ദേഹം യാത്രാനുഭവം ഭംഗിയായി ഭംഗിതരഹിതമായി ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ഈ തുർക്കിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പോസ്റ്റ് പറയുമ്പോൾ അത് വേറൊരു നദിയല്ല. ചരിത്രത്തിൻ്റെ ഒരുപാട് ഏടുകൾ എഴുതപ്പെട്ട ജലഗണങ്ങളാണ് അത് ഒഴുകിക്കൊണ്ട് പോകുന്നത്. ബ്ലാക്ക് ലേക്ക് ഒഴുകുന്ന ആ നദി ഇസ്ലാമിക് ചരിത്രത്തിലെയും അതുപോലെ ക്രിസ്ത്യാനിറ്റിയുടെയും ഒരുപാട് കഥകൾ അത് പറയാനുണ്ട്. അതൊരു ചരിത്രമാണ്, ഒരു നിമിഷത്തിൽ പറയാൻ പറ്റില്ല. ഞാനും അതൊക്കെ കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണ് ഇസ്താംബുൾ എന്ന നഗരം. ആ ഇസ്താംബുളിന് പറയാനുള്ള നഗരം മാനവിക സംസ്കാരത്തിൻ്റെയും യുദ്ധങ്ങളുടെയും ഒക്കെ ഒരുപാട് കഥകൾ പറയുന്ന ഒരു നദിയാണ് ബോസ്ഫറസ് നദി എന്ന് പറയുന്നത്. അതിൻ്റെ ബുക്കാണ് ഇന്ന് ഇവിടെ പ്രവേശിക്കുന്നത്. അതോടൊപ്പം എനിക്ക് വേറെ പുസ്തകം കൂടി ഇന്ന് ഇവിടെ പ്രവേശിപ്പെട്ടു. എല്ലാ പുസ്തകങ്ങളും നൽകുന്ന സന്ദേശം സ്നേഹമാണ്, ബഹുമാനമാണ്, മുഹബത്താണ്. ഒരുപാട് ആശംസകൾ. താങ്ക് യു. സന്തോഷം മുഹൂർത്തത്തിൽ സത്യത്തിൽ എൻ്റെ ലീഡർഷിപ്പ് പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ആ ലിസ്റ്റിൽ പെട്ടതല്ല. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി കൂടിയായ അഹമ്മദ് ബൈൽ എഴുതിയ ബോസ്ഫറസിൻ്റെ തീരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ ചേർത്തുവെക്കലുകൾ അത് വളരെ മനോഹരമായി അനുവാചകരിലേക്ക് എത്തിക്കുന്നത്, യാത്ര മനുഷ്യനെ നൽകുന്ന പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അധ്യാപനത്തിലുണ്ട്. യാത്രയിൽ നിന്നാണ് അറിവിൻ്റെ 2/3 മനുഷ്യന് കിട്ടേണ്ടത് യാത്രകളിൽ നിന്നാണ്. യാത്രകൾ മനുഷ്യൻ്റെ അറിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു മേഖലയാണ്. അതിലേക്ക് വഴി തുറക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിന് എൻ്റെ പ്രിയപ്പെട്ട അഹമ്മദിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അതിനോടൊപ്പം ലീഡർഷിപ്പ് പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു പുസ്തകം കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും അത് വായിക്കണം. നിങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് ഇത് സമർപ്പിക്കുന്നു. എല്ലാവിധ സന്തോഷങ്ങളും നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വളരെ ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. യാത്ര എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഷനാണ്. ഒരു പാഷൻ്റെ പുറത്ത് യാത്രാ അനുഭവങ്ങൾ പലപ്പോഴും എഴുതി വെക്കാറുണ്ട്. എഴുതി വെച്ചപ്പോൾ എന്നെ ഈ പുസ്തകം എഴുതാൻ പുസ്തക രൂപത്തിലേക്ക് ഇത് ആക്കി തീർക്കാൻ പ്രേരിപ്പിച്ച KVK ബുഹാരിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ പ്രസാധനം വളരെ നല്ല രീതിയിൽ ചെയ്തു തന്ന ലിബി അക്ബർക്ക, പിന്നെ തങ്ങൾ എൻ്റെ ഉസ്താദ്, അദ്ദേഹവും എന്നെ പലപ്പോഴും പല അവസരങ്ങളിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ ഗസ്റ്റായി I am just expressing the gratitude to our valuable guest Abu Abdullah and Dr. Jasim sir on this busiest time in the evening. Thank you sir. I am expressing the depth of my mind to you. Anyway, I am not prolonging my speech. I am just concluding. Assalamu alaikum wa rahmatullahi wa barakatuh. Excuse me. നിങ്ങൾ മൊബൈലിൽ നിന്ന് മാറ്റുമോ? നിങ്ങൾ ഫോട്ടോ എടുക്കുമോ? മൊബൈലിൽ നിന്ന് മാറ്റുമോ? Next hour. Sir, look at the camera, sir. The special award to Sadish Menon, the advisor of Dr. Tangal.
One more award to Mr. Junaid. കമ്മിറ്റി ചെയർമാനാണ്. ഇപ്പോൾ ദേശീയ അംബേദ്കർ അവാർഡ് കിട്ടിയതാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഡോക്ടർ ജാസിം ആൻഡ് Assalamu alaikum wa rahmatullahi wa barakatuh. I just want to thank my dear friend, his chairman, Masjid al-Zahra, inviting us today. It's our love and respect to be here always with him and to stand with him. He's a genuine man who do a great job and activities. We are today in Sharjah, Booking Festival, and a special day to launch from his book. And Ahmed also, all the best for God. And our love and respect for all. Thank you so much. ഇവിടെ ഈ നടക്കുന്ന പരിപാടിയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ അഹമ്മദ് സാദിന്റെ പുസ്തക പ്രകാശനത്തിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതി നല്ലൊരു എഴുത്തുകാരനാകുവാനും അഹമ്മദ് സാബിനും അതുപോലെ തന്നെ നല്ല ഉയരങ്ങളിലെത്തുവാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്കുമാവട്ടെ എന്ന്